ഹായ്, ഒന്നാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചേ? കുറേ നമുക്ക് പരിചിതമായ കുറേ പക്ഷികൾ അല്ലേ, നമ്മൾ വീട്ടിൽ വളർത്തുന്നതും നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നതുമായ കുറേ പക്ഷികളെയൊക്കെ നമ്മൾ കണ്ടില്ലേ ചിത്രങ്ങൾ. അപ്പോൾ ഈ ചിത്രം നോക്കിയേ. ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നേ? ആ, കാക്ക. കാക്ക എല്ലാവർക്കും അറിയാമല്ലോ. അടുത്ത എന്താ? ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. തത്തമ്മ. ചുണ്ട് ചുമന്ന് അല്ലേ, ഭംഗിയുള്ള പച്ച കളറിൽ നല്ല സുന്ദരിയായിട്ട് തത്തമ്മ. കാക്ക സുന്ദരിയല്ല എന്നല്ല പറഞ്ഞത്, കാക്കയ്ക്കും കാക്കയുടേതായ സൗന്ദര്യമുണ്ട്, തത്തമ്മയ്ക്ക് തത്തമ്മയുടേതായ സൗന്ദര്യമുണ്ട്. അതായത് നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണെന്ന പോലെ പക്ഷികളും മൃഗങ്ങളും ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായ സൗന്ദര്യമുണ്ട്. ഇനി അടുത്ത പക്ഷി ഏതാ? പ്രാവ്, വെള്ളരിപ്രാവ്. ആ, വെള്ളരിപ്രാവ് അല്ലേ. വെള്ളരിപ്രാവിനെ കണ്ടിട്ടുണ്ടോ? ചില വീടുകളിലും അല്ലെങ്കിൽ ചില ഇടങ്ങളിലൊക്കെ നമ്മൾ അലങ്കാര പക്ഷികളായിട്ട് നമ്മൾ കാണാൻ ഭംഗിയുള്ള പക്ഷികളല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ വളർത്തുന്ന പക്ഷിയാണ് വെള്ളരിപ്രാവ്. സ്കൂളിലും കോമ്പൗണ്ടിലുമൊക്കെ അരി കൊത്തിപ്പറക്കാനും നെൽമണികൾ എടുക്കാനും ഒക്കെ വരത്തില്ലേ, കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ പ്രാവിനെ? ആ, അതാണ് വെള്ളരിപ്രാവ് അല്ലേ. വെള്ളരിപ്രാവ് കണ്ടോ, വെള്ള കളറിൽ. അടുത്ത പക്ഷി ഏതാ? പൊന്മാൻ. പൊന്മാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നല്ല ചുണ്ടിന്, ഈ ചിത്രത്തിൽ നോക്കിയേ, ചുണ്ടിന് നല്ല നീളമുണ്ട്, നീല കളറിൽ. എന്താ, കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ, മീനിനെ കൊത്തി പറക്കും. മീനാണ് പ്രധാനമായിട്ട് പൊന്മാൻ്റെ ഭക്ഷണം. അപ്പോൾ ഈ ചിത്രത്തിൽ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്? കാക്ക, തത്തമ്മ, വെള്ളരിപ്രാവ്, പൊന്മാൻ, പിന്നെ ചുമന്ന നിറത്തിലുള്ള ഒരു ഫലവൃക്ഷം അല്ലേ, ചുമന്ന നിറത്തിലെ പഴങ്ങളുള്ള ഒരു വൃക്ഷം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ കണ്ട പക്ഷികളിൽ ഒരുപാട് പക്ഷികൾ ഇതിലുമില്ലേ? അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് പക്ഷികൾ ഇതിലുമില്ലേ? അപ്പോൾ മിടുക്കി കുട്ടികളായിട്ട് ഈ പക്ഷികളുടെ പേരൊന്ന് പറഞ്ഞേ. മിടുക്കി കുട്ടികൾ മാത്രമല്ല കേട്ടോ, മിടുക്കൻ കുട്ടന്മാരും. പറഞ്ഞേ. കാക്ക, തത്തമ്മ, വെള്ളരിപ്രാവ്, പൊന്മാൻ. ആ, മിടുക്കൻ. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.